വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ സെയിം നിങ്ങളുടേതായിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണ് ഫോളോ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ടിപ്സ് എടുത്തിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് മാക്ക റൂട്ടിനെ പറ്റിയിട്ടാണ്. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെർബാണ് ഈ മാക്ക എന്ന് പറയുന്നത്. മാക്ക ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. മാക്ക റൂട്ട് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കിട്ടുന്നുണ്ട്. ഇതിൽ ഒരുപാട് ഗുഡ് സോഴ്സ് ഓഫ് അയേൺ ഉണ്ട്, അതുപോലെ പൊട്ടാഷ്യം ഉണ്ട്, അമിനോ ആസിഡ് ഉണ്ട്, വിറ്റമിൻ സി ഉണ്ട്, വിറ്റമിൻ ബി വിറ്റമിൻസ് ഉണ്ട്, അതുപോലെ പ്രോട്ടീൻ ഉണ്ട്, കാൽസ്യം ഉണ്ട്. ഇതെല്ലാം ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഗുണങ്ങളെല്ലാം ഒരെണ്ണത്തിൽ തന്നെ അടങ്ങിയിട്ടുള്ളത് ഓവറോൾ അവരുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ സ്ത്രീകൾക്കും പുരുഷനും എന്തെല്ലാം ബെനിഫിറ്റുകളാണ് കിട്ടുന്നതെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം കേട്ടോ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെക്സ് ഡ്രൈവ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം രണ്ടുപേർക്കും ഒരേപോലെ വരികയാണെങ്കിൽ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, സ്ത്രീകൾക്ക് ഓർഗാസം ഇല്ലെങ്കിലും പ്രഗ്നൻസി കിട്ടുമല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരു വിചാരം പലർക്കും ഉണ്ട്. ശരിയാണ്, തെറ്റിദ്ധാരണ എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. ഓർഗാസം ഇല്ലെങ്കിലും പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. പക്ഷേ ഓർഗാസവും അതുപോലെ ഫോർപ്ലേയും എല്ലാം കൃത്യമായിട്ട് മാച്ച് ആയിട്ട് വരികയാണെങ്കിൽ ശരീരത്തിൽ കുറേയും കൂടി അനുകൂലമായിരിക്കും പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുമ്പോൾ സഹായിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് വജനൽ ലൂബ്രിക്കേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും മൂഡ് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി മാച്ച് ആയിട്ട് വരുമ്പോഴേക്കും സ്ത്രീകളുടെയും ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി പുരുഷന്മാർക്ക് അവരുടെ സ്പേമിന്റെ കൗണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ മാക്ക റൂട്ട് എന്ന് പറയുന്നത്. സ്പേം കൗണ്ടും ഒപ്പം അതിന്റെ സ്പേമിന്റെ സ്പീഡ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. കൃത്യമായിട്ട് മൂവ്മെന്റ് സ്പേമിന് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഫെർട്ടിലൈസേഷൻ പോസിബിൾ ആവുകയുള്ളല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ഇത് മൂലം കിട്ടുന്നത് കേട്ടോ. ഒപ്പം ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള ഈസ്ട്രോജൻ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ ഹൈ ഈസ്ട്രോജൻ ആകുമ്പോഴാണ്, അതായത് പുരുഷന്റെ ശരീരത്തിൽ കേട്ടോ, ഹൈ ഈസ്ട്രോജൻ ആകുമ്പോഴാണ് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവുന്നത്. മാക്ക ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവൽ കൂട്ടിയിട്ട് ഈസ്ട്രോജൻ കുറക്കുകയും ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈസ്ട്രോജൻ കൂടിക്കഴിഞ്ഞാൽ, പുരുഷന്റെ ശരീരത്തിൽ ഈസ്ട്രോജൻ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് കൗണ്ട് കുറയാനായിട്ടും സാധ്യതയുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് ഇത് സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും സ്ട്രെസ് കൂടുന്നതിനനുസരിച്ചിട്ട് അവരുടെ സ്പേമിന്റെ കൗണ്ടിന് വ്യത്യാസം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതിന്റെ വോളിയം കുറഞ്ഞു പോകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെയും പ്രവർത്തന കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഹോർമോൺസിന്റെ ബാലൻസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നത് പുരുഷന്മാരെ സഹായിക്കുന്നുണ്ട്. ഇനി സ്ത്രീകൾക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുന്നതെന്ന് നോക്കാം. അവരുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് മാക്ക റൂട്ട് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. സ്ത്രീകളുടെ ശരീരത്തിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെയും ഹൈപ്പോതലാമസിന്റെയും വർക്കിംഗ് കറക്റ്റ് ആയിട്ട് നടക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ LH ഹോർമോണിന്റെ പ്രവർത്തനം നന്നായി നടക്കുന്നതിന് അത് വഴിയൊരുക്കുന്നുണ്ട്. LH അഥവാ ലൂട്ടനൈസിംഗ് ഹോർമോൺ കൃത്യമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ അണ്ടം കൃത്യമായിട്ട് അങ്ങോട്ട് റപ്ചർ ആകുന്നത്. അതിന്റെ പ്രവർത്തനം ഏകീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഫ്രീ റാഡിക്കൽസിനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഫ്രീ റാഡിക്കൽസിൽ നിന്നും ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇതിന് സെൽ ഡാമേജ് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. എഗ്ഗിനായാലും സ്പേമിനായാലും സെൽ ഡാമേജ് സംഭവിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ഒരു ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നൊരു കാര്യം നീണ്ടു പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നു. പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഇതിൽ കൃത്യമായിട്ട് ആ ഫ്രീ റാഡിക്കൽസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ സാധിക്കുന്നത് കേട്ടോ.
അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് മൂഡ് സ്വിങ്സ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒരുപാട് സ്ത്രീകൾക്ക് പീരിയഡ്സ് ആകുന്നതിന് മുൻപായിട്ട് ഒരുപാട് മൂഡ് സ്വിങ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓവുലേഷന്റെ സമയത്ത് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നവരാണ് പലരും തന്നെ. ഈ മൂഡ് സ്വിങ്സ് ഒക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നടക്കും. മൂഡ് സ്വിങ്സ് നമുക്ക് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആവാം, ചിലപ്പോൾ നമുക്ക് സങ്കടങ്ങളും വിഷമങ്ങളും കരച്ചിലും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരാം. ഇതിങ്ങനെ റെക്കറന്റ് ആയിട്ട് നമ്മൾ അനുഭവിക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഹോർമോൺസിന്റെ ഫ്ലക്ച്വേഷൻ ശരീരത്തിൽ ഉള്ളത് കൊണ്ടായിരിക്കും. മൂഡ് സ്വിങ്സ് റെഗുലേറ്റ് ചെയ്യുന്നത് വഴി ആ ഹോർമോൺസിന്റെ ഒക്കെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് ഇതിലൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ഗുണം കിട്ടുന്നത് നമ്മുടെ ഹോർമോൺസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ബാലൻസ് കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി കിട്ടുകയുള്ളൂ. ഏതെങ്കിലും ഒന്ന് കൂടിയും ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പ്രഗ്നൻസി നീണ്ടു പോകും കേട്ടോ. അത് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. PCOD ഉള്ള ആളുകൾക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് PMS ആണെങ്കിലും ചില സ്ത്രീകൾ മെനോപോസിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവരുടെയൊക്കെ സിംറ്റംസ് ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ മൂഡ് സ്വിങ്സിൽ പറഞ്ഞതുപോലെ തന്നെ പല സ്ത്രീകൾക്ക് ഭയങ്കര വേഴ്സ് ആയിട്ട് തന്നെ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ചില ആളുകൾ പ്രഗ്നൻസി സിംറ്റംസ് ആയിട്ട് പ്രിമെൻസ്ട്രൽ സിംറ്റംസിനെ തെറ്റിദ്ധരിച്ചിട്ട് ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടിരുന്ന് പക്ഷേ പീരിയഡ്സ് വരുമ്പോൾ ഡെസ്പായി പോകുന്ന ആളുകളുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് പ്രഗ്നൻസിയുടെ പോലുള്ള സിംറ്റംസ് ഓരോ മാസവും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് നിങ്ങൾക്ക് വരുന്നത് കൊണ്ടാണ്, PMS നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കൊണ്ടാണ്. അത് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെയും ഈസ്ട്രോജൻ ഹോർമോണിന്റെയും ബാലൻസ് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും മാക്കാറോട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഒപ്പം നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. 21-നും 35-നും ഇടയ്ക്ക് നമ്മുടെ കൃത്യമായിട്ട് മെൻസ്ട്രൽ സൈക്കിൾ കൊണ്ടുവന്നു അതുപോലെ തന്നെ ഇപ്പൊ 35-നേക്കാളും കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് 35-ലോട്ട് മുകളിൽ പോയി കഴിഞ്ഞാലും അത് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മാക്കാറൂട്ട് ഉപയോഗിക്കാവുന്നതാണ്. ചില ആളുകൾക്ക് പീരിയഡ്സ് തുടങ്ങി സ്റ്റാർട്ടിംഗ് ഉണ്ടാവുമല്ലോ, അവരുടെ പ്യൂബർട്ടി എത്തിയ ആ സമയം മുതൽ തന്നെ ചിലർക്കൊക്കെ 36 ആയിരിക്കും മെൻസ്ട്രൽ സൈക്കിൾ പോകുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ അത് ശരീരത്തിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ സഡൻ ആയിട്ട് മെൻസ്ട്രൽ സൈക്കിൾ നമുക്ക് ചേഞ്ച് ആകുമ്പോഴാണ് ഹോർമോണൽ ഇംബാലൻസസ് ശരീരത്തിൽ ഉണ്ടാവുന്നത് കേട്ടോ. അത് റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ആയി വരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ഹോർമോണൽ പ്രശ്നങ്ങളും നമുക്ക് റെഗുലേറ്റ് ആകും. അതോടൊപ്പം തന്നെ നമുക്ക് ഓവുലേഷനും കൃത്യമായിട്ട് നടക്കും. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അണ്ടം വളരുകയും അത് നാച്ചുറൽ തന്നെ റപ്ചർ ആകാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ശരീരത്തിൽ നാച്ചുറൽ തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ഗുണം നമുക്ക് കിട്ടുന്നത് നമ്മുടെ വജൈനൽ ഡ്രൈനസ് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. തുടക്കത്തിൽ ഞാൻ സെക്ഷൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ടോപ്പിക്കിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ബാലൻസ് ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ട്. ഈ ബാലൻസ് കൃത്യമായിട്ടുണ്ടാകുമ്പോഴേക്കും വജൈനയിലോട്ടുള്ള ലൂബ്രിക്കേഷനൊക്കെ കൃത്യമായിട്ട് അവിടെ പ്രൊഡ്യൂസ് ആകും. അതുപോലെ തന്നെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടും ഹോർമോൺസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് പോകുന്നത് കൊണ്ടും ലൂബ്രിക്കേഷൻ എല്ലാം ഉണ്ടാവുകയും വജൈനയ്ക്ക് ഡിസ്ചാർജ് കൂടുതലായിട്ട് വരികയും അതിന്റെ ഭാഗമായിട്ട് ഫെർട്ടിലൈസേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയുമൊക്കെയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ബെനഫിറ്റ്സുകൾ. ഇനി ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആളുകൾ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൂടുതൽ അവരുടെ സിറ്റുവേഷൻ വേഴ്സ് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം. പാലിൽ നിങ്ങൾക്ക് ചേർത്ത് കുടിക്കാവുന്നതാണ്. അതുപോലെ വെള്ളത്തിലാണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കുടിക്കാവുന്നതാണ്. പിന്നെ ഓട്സ്, ജ്യൂസ്, ഷേക്ക്, സ്മൂത്തീസ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കിത് ചേർത്ത് കുടിക്കാവുന്നതാണ്. 1 ടീസ്പൂൺ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. തുടക്കത്തിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂൺ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഇത് ഉപയോഗിക്കുമ്പോൾ മറ്റുള്ള സൈഡ് എഫക്ട്സോ അലർജിക് റിയാക്ഷൻസോ ഒന്നും നിങ്ങളുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് 1 സ്പൂണായിട്ട് കൂട്ടി എടുക്കാവുന്നതാണ് കേട്ടോ. അതിലും കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ
അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.